സാർ ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ ടൈമിൽ നമുക്ക് വേസ്റ്റ് വരുന്നുണ്ടല്ലോ, പൈനാപ്പിളിൻ്റെ ആണെങ്കിലും ഇഞ്ചിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ കരിമ്പിൻ്റെ ആണെങ്കിലും വേസ്റ്റ് വരുന്നുണ്ട്. ഒരു പൊല്യൂഷനിലേക്ക് കടക്കാതെ അതിനെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക? പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പൈനാപ്പിൾ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു ഇതും ഇഞ്ചിയും കാന്താരിയും അരച്ചെടുക്കുന്നതിൽ നിന്ന് വരുന്ന കൊത്തും, ഇത് രണ്ടും കൂടി ചേർത്താണ് ഞങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റ് സ്നാക്കായിട്ട് നമ്മൾ മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഇത് പൈനാപ്പിളിൻ്റെ തല, കരിമ്പിൻ്റെ പിഴിയുന്ന ഭാഗങ്ങൾ. അത് കർഷകർക്ക് ഗുണകരമായിട്ട് ക്ഷീര കർഷകരെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൗ ഫീഡ് പെല്ലറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പുറത്തേക്ക് വന്നാൽ അത് കാണിച്ചു തരാം. നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന പൈനാപ്പിളിൻ്റെ തലയും നേരെ അത് ചെറിയൊരു ചോപ്പർ മെഷീനാണ്. ആ ചോപ്പർ മെഷീനിലൂടെ അത് ചോപ്പ് ചെയ്ത് അത് നമ്മൾ ഡ്രയറിലേക്ക് മാറ്റുന്നു. 70 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡ്രയറാണത്. അവിടെ തന്നെ കരിമ്പിൻ്റെ ചണ്ടിയും കൊണ്ടുവന്ന് വിടും. ആ കരിമ്പിൻ്റെ ചണ്ടിയും ഇതേപോലെ തന്നെ ചോപ്പറിൽ ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ ചോപ്പ് ചെയ്തെടുത്ത് ഈ മെഷീനിൽ നന്നായി പൊടിപ്പിച്ച് ഈ മിക്സിംഗ് മെഷീനിലേക്ക് കടത്തും. അതിൻ്റെ കൂട്ടത്തിൽ ഗോതമ്പും തേങ്ങാപ്പിണ്ണാക്കും രണ്ടുമാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ മിക്സിംഗ് ചെയ്തതിന് ശേഷമാണ് ഈ പെല്ലറ്റിംഗ് യൂണിറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. ആ പെല്ലറ്റിംഗ് യൂണിറ്റിലൂടെ ഇത് ഉണക്കുക. അത് ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഈ മെഷീനിലൂടെ ചാക്കിൽ നിറച്ച് ഇവിടെ കൂടി തയ്ച്ച് പുറത്തേക്ക് കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് നല്ല കന്നുകാലി തീറ്റയാണ്. ഈ കന്നുകാലി തീറ്റ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിമ്പിൻ്റെ ചണ്ടി, പൈനാപ്പിളിൻ്റെ ഇലയും ഗോതമ്പും തേങ്ങാപ്പിണ്ണാക്കും മാത്രമാണ് ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നമ്മൾ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി. കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്ന, പാല് കിട്ടാൻ വേണ്ടി കെമിക്കൽ, അല്ലാതെ പശുവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കെമിക്കൽ, അത്തരത്തിലുള്ള കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പെല്ലറ്റുകളെക്കാളും മികച്ച നിലയിൽ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാവുന്ന ഒരു കാലിത്തീറ്റയായി തന്നെ ഇതിനെ മാറ്റിയിട്ടുണ്ട്.